UDF സർക്കാരിന്റെ കാലത്ത് ലഹരി കേസുകൾ ലാഘവത്തോടെയാണ് കൈകാര്യം ചെയ്തിരുന്നത് എന്നതിനുള്ള തെളിവാണ് നടൻ ഷൈൻ ടോം ചാക്കോ പ്രതിയായ ലഹരി കേസ്. കേസിൽ സർക്കാരിന് വീഴ്ചകൾ സംഭവിച്ചെന്നാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടെ കണ്ടെത്തൽ. നടനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള കോടതി ഉത്തരവിൽ പോലീസിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തുന്നുണ്ട്. സുധീഷ് ഗോപാൽ ചേരുന്നു വിവരങ്ങളുമായി. സുധീഷ്, നമുക്കറിയാം ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് ദമ്പതികളെ അറസ്റ്റ് ചെയ്ത കേസിൽ സിനിമാ മേഖലയിലുള്ളവർ എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാകുന്നത്. അപ്പോഴാണ് നേരത്തെ ഇത്തരം കേസിൽ പിടിയിലായ സിനിമാ നടന്മാർ എങ്ങനെയാണ് ഈ കേസിൽ നിന്നെല്ലാം കുറ്റവിമുക്തരായത് എന്നുള്ളത് സംബന്ധിച്ചുമുള്ള വലിയ വിമർശനങ്ങൾ ഉയരുന്നത്. അതായത് UDF സർക്കാരിന്റെ കാലത്ത് ഇത്തരം ലഹരി കേസുകൾ വളരെ ലാഘവത്തോടു കൂടിയാണ് കൈകാര്യം ചെയ്തിരുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് ഷൈൻ ടോം ചാക്കോ കുറ്റവിമുക്തനായപ്പോൾ കോടതി പറഞ്ഞ ചില പരാമർശങ്ങൾ. നമുക്ക് അവയെ എങ്ങനെ വിലയിരുത്താം? രോഹിണി, ഒരു കേസിൻ്റെ അടിസ്ഥാനപരമായി തന്നെ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിക്കാത്ത ഒരു കേസെന്ന നിലയ്ക്ക് തന്നെയാണ് കോടതി ഇതിനെ വിലയിരുത്തിയത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ കൊക്കൈൻ അടക്കമുള്ള ലഹരി വസ്തുക്കൾ പിടികൂടിയിട്ട് അതിൻ്റെ ഒരു രാസപരിശോധന നടത്തി കൃത്യമായി ലാബുകളിൽ പരിശോധന നടത്തി അത് കൊക്കൈൻ ആണ് എന്ന് സ്ഥിരീകരിക്കാൻ പോലും തയ്യാറായിരുന്നില്ല സംഘം. അതോടൊപ്പം തന്നെ ഈ ഷൈൻ ടോം ചാക്കോ അടക്കമുള്ളവർ താമസിച്ചിരുന്ന ആ ഫ്ളാറ്റിലേക്ക് ഇവർക്ക് അടക്കുമ്പോൾ അവിടെ നടത്തിയ പരിശോധനയിൽ എന്തൊക്കെ കണ്ടെടുത്തു എന്നത് സംബന്ധിച്ച ഒരു സർച്ച് റിപ്പോർട്ട് അതിനകത്ത് കൃത്യമായ വിവരങ്ങളൊന്നും തന്നെ രേഖപ്പെടുത്തിയിരുന്നില്ല. അതോടൊപ്പം തന്നെ ഷൈൻ ടോം ചാക്കോ അടക്കം 5 പ്രതികളാണ് ഈ കേസിലുണ്ടായിരുന്നത്. ഈ 5 പേരും കൊക്കൈൻ ഉപയോഗിച്ചിരുന്നോ എന്നത് സംബന്ധിച്ച ഒരു പരിശോധന അതും നടത്തിയിട്ടില്ല. ആ രീതിയിലെല്ലാം തന്നെ അടിസ്ഥാനപരമായി തന്നെ ഈ കേസിൽ സ്വീകരിക്കേണ്ട ഒരു നടപടിക്രമങ്ങളും പാലിച്ചില്ല എന്ന് പറയുമ്പോൾ അത് ബോധപൂർവം ഈ കേസിനെ ലാഘവത്തോടെ കണ്ടതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ, ഇല്ലെങ്കിൽ വലിയ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി അത്തരം കാര്യങ്ങളിൽ വലിയ വീഴ്ച വരുത്തി എന്ന് തന്നെയാണ് കണ്ടെത്തേണ്ടത്. അതിൽ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇത് പരിശോധിക്കും. ഇത്രയും പ്രമാദമായ വലിയ വിവാദം സൃഷ്ടിച്ച ഒരു കേസിൽ പോലും ഇത്ര കണ്ട് വീഴ്ച വരുത്തുമ്പോൾ അത് പൊതുവിൽ ആ സർക്കാരിൻ്റെ കാലത്തുള്ള ഒരു സമീപനമായി കൂടി വിലയിരുത്തേണ്ടി വരും. ഇതോടൊപ്പം തന്നെയാണ് ആ പരിശോധനയ്ക്ക് ആരാണ് ആദ്യം കടന്നത് എന്നത് സംബന്ധിച്ച പോലും ഓർമ്മയില്ല എന്നതാണ് ഉദ്യോഗസ്ഥർ നൽകിയ മൊഴി. അതുപോലെ തന്നെ ഇവർക്ക് രഹസ്യ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധനയെന്ന് കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അത് പിന്നീട് ഈ ഉദ്യോഗസ്ഥർ തന്നെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം. ആ രീതിയിൽ പൂർണ്ണമായും ഉത്തരവാദിത്തരഹിതമായ രീതിയിൽ, ഇല്ലെങ്കിൽ വളരെ ലാഘവത്തോടെയാണ് ഈ കേസിനെ കണ്ടതെന്നത് വ്യക്തമാക്കുകയാണ്. 2015 ജനുവരി 31 ഇത്തരമൊരു കേസ് കൊച്ചിയിൽ ഉണ്ടാവുന്നത്. ഈ കേസിന് ആസ്പദമായ പരിശോധനയും മറ്റും നടക്കുന്നത്. ഇതിലെ വലിയ രീതിയിലുള്ള വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് അന്നത്തെ സർക്കാരിൻ്റെ സമീപനം കൂടി ഇപ്പോൾ വിമർശനത്തിന് പാത്രമാകുന്നത്. രോഹിണി, ശരി, സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.